സതീഷിന്റെ നുണയുഗ യാത്രയുടെ അവസാനം രാഹുൽ ഗാന്ധി 5 അടാറ് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനൽ നടന്ന ചർച്ചയിൽ ഇതായിരുന്നു വിഷയം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുമെന്നാണ് ഒരു വാഗ്ദാനം. ആരാ പറയുന്നത്? കോൺഗ്രസ്. ഇതേ കോൺഗ്രസിന്റെ മന്ത്രി ആര്യാടൻ മുഹമ്മദ് 10 കൊല്ലം മുമ്പ് KSRTC കൈകാര്യം ചെയ്തപ്പോൾ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. 90 കോടിയോളം മാസാന്ത നഷ്ടം KSRTCക്ക് വരികയാണ്. ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. ഡൽഹിയിൽ പോകണുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഈ KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നേക്കും എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. കേട്ടല്ലോ. എന്നാൽ കേരളത്തിന്റെ ഖജനാവ് കാലിയാണെന്നും പൂച്ച പറ്റി അടക്കുകയാണ് ഇപ്പോൾ അവിടെ എന്നുമാണ് നുണേഷൻ പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ സൗജന്യം കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസ് തന്നെയാണ് പറയേണ്ടത്. ഇതേ പ്രഖ്യാപനം കർണാടകയിൽ കോൺഗ്രസ് നടത്തി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ, അവിടുത്തെ KSRTCയിൽ. അവസാനം എന്തായി? പുരുഷന്മാരുടെ ടിക്കറ്റ് ചാർജ് കൂട്ടിയിട്ട് ദാരിദ്ര്യരേഖ താഴെയുള്ള സ്ത്രീകൾ അത് തെളിയിക്കുന്ന രേഖയുമായി ബസ്സിൽ കയറിയാൽ സൗജന്യം തരാമെന്നായി. പാലം കടക്കോളം നാരായണ, പാലം കടന്ന കൂരായണ. അതായിരുന്നു കർണാടകയിൽ കോൺഗ്രസ് ചെയ്തത്. ഇവിടെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുമ്പോഴും പിണറായി സർക്കാർ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ ചെന്നിത്തല പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. ഇത് തുടർന്ന് അധികാരത്തിൽ വരാൻ പോകുന്ന ഞങ്ങളുടെ തലയിൽ ഇടാനാണ് എന്ന്. കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ്. തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെന്റിന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ്. എന്ന് വെച്ചാൽ അതിന്റെ പച്ച മലയാളം, ഞങ്ങൾക്ക് ഈ പെൻഷൻ ബാധ്യത ഏൽക്കാൻ താല്പര്യമില്ലെന്ന് തന്നെയാണ്. അത് പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 2001-2002 ഉണ്ടായിരുന്നതിനേക്കാൾ 2011-2012 4 ഇരട്ടി വർദ്ധിച്ചു പെൻഷൻ ബാധ്യത. 10 കൊല്ലം കൊണ്ട് 4 ഇരട്ടി. അത് 2040 ആകുമ്പോൾ 8 ലക്ഷത്തിലധികം കോടി രൂപയാണ് നമ്മുടെ പെൻഷൻ ബാധ്യത വരാൻ പോകുന്നത്. 8 ലക്ഷത്തിലധികം കോടി രൂപയുടെ പെൻഷൻ ബാധ്യത. ഇതാര് നിറവേറ്റും? ആര് കൊടുക്കും? ഇനി ഈ പെൻഷൻ ബാധ്യത താങ്ങാൻ പറ്റാത്ത രീതി വരിക. ഈ ഗവൺമെന്റ് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ആ കോൺഗ്രസ് ആണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പെൻഷൻ 3000 രൂപയാക്കുമെന്ന്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യായ് പദ്ധതിയിലൂടെ 6000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ ടീമാണിപ്പോൾ 5 വർഷത്തിനിപ്പുറം നേരെ പകുതിയാക്കി 3000 കൊടുക്കുമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ജനങ്ങളുടെ വോട്ട് തട്ടി അധികാരം പിടിക്കാനുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ ഈ കൂട്ടർ നടത്തുന്നത്.